സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ പരിപൂർണമായിട്ട് കമ്മിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലാണ് ഇപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ ചില ആളുകളെ കാണുന്നത്. എന്തൊക്കെയായാലും അതിൽ തെറ്റുകളൊന്നും പറയാനില്ല. ഞാൻ അതിന് അങ്ങനെ കൂടി ഞാൻ അംഗീകരിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ മനുഷ്യപക്ഷത്തും ശരിയുടെ പക്ഷത്തും നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മികളെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംഗതിയാണ്. കാരണം ഇതിങ്ങനെ പറയാൻ കാരണം എന്തായാലും പരിപൂർണമായിട്ട് ഇന്നയാള് തന്നെ ജയിക്കും അല്ലെങ്കിൽ ഇത്ര വോട്ട് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ ഈ രാജ്യത്തുള്ളതിനാൽ അതൊക്കെ നമ്മൾ അംഗീകരിച്ചു വെക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തെരഞ്ഞെടുപ്പിൽ നിന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തിലെ ആ വോട്ടിന്റെ തൊട്ട് മുമ്പ് അതിനുശേഷം അവിടെയുള്ള തൃശ്ശൂരിലുള്ള പല നേതാക്കന്മാരുടെ ചില പ്രസ്താവനകൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ മറ്റൊക്കെ നോക്കുമ്പോൾ എന്ത് നമുക്കൊരു ഉത്തരത്തിലേക്ക് ഏകദേശം എത്താൻ കഴിയുന്നതാണ്. നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും എന്നുള്ളൊരു തീവ്ര പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ BJP നിൽക്കുന്നത്. അവർ തിരുവനന്തപുരം ഏകദേശം അവർ വിട്ടു കളഞ്ഞു. അത് കിട്ടില്ല എന്നുള്ള തോന്നലേക്ക് തന്നെ അത് ശശി തരൂരിനുള്ളതാണ് എന്ന് തന്നെയാണ് അപ്പൊ അവര് കരുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും നമ്മുടെ TN പ്രതാപൻ നമുക്കറിയാം തൃശ്ശൂർ ഏറെ മോഹിച്ച ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ അപ്പോഴേക്കാണ് ഒരു ഇടുത്തി പോലെ നമ്മുടെ മുരളീധരൻ അങ്ങോട്ട് വന്നത്. അതൊട്ടും പാവം TN പ്രതാപൻ പ്രതീക്ഷിച്ചതല്ല. പിന്നീട് തനിക്ക് ഒട്ടും വിഷമമില്ല എന്ന് പൊതുജനങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ട് ഒരു മാർച്ചിനിടയ്ക്ക് ഒരു വാഹനത്തിൽ ഇരുന്നിട്ട് തോർത്തുകൊണ്ട് നമ്മുടെ മുരളീധരന്റെ മുഖം തുടച്ചു കൊടുക്കുന്നതും ആ ഒരു ഗംഭീര സങ്കടകരമായ സീനുകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയായാലും അതിനുശേഷം നമ്മുടെ ഇലക്ഷന്റെ തൊട്ട് മുമ്പ് രാവിലെ തന്നെ നമ്മുടെ TN പ്രതാപൻ പറഞ്ഞ ഒരു കാര്യം, CPM-കാര് ഒരു ബൂത്തിൽ നിന്ന് ഏകദേശം 25,000 വോട്ട് വെച്ച് മറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. അത്രത്തോളം ദാരിദ്ര്യമുള്ള ഒരു ആൾക്കാരാണ് CPM-കാർ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഇലക്ഷന് CPM ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ ഒരു ബൂത്തിൽ നിന്ന് 25,000 വോട്ടുകളൊക്കെ ഒറ്റയടിക്ക് മറിക്കണമെങ്കിൽ അത്രയും ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുകൾ അവിടെ ആവശ്യമായിട്ട് തന്നെ വേണ്ടി വരും. ഇവിടെ CPM ആണെങ്കിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP-യുടെ ഒരു അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ കൂടുതൽ CPM-ന്റെ ഒരു ആവശ്യമാണ്. കോൺഗ്രസിന് അത് ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള സുധാകരൻ തന്നെ ഞാൻ വേണമെങ്കിൽ BJP പോവും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് BJP ജയിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു അവശ്യ സംഭവമല്ല. അവരെപ്പോ വേണമെങ്കിലും കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോവാം. പത്മജ വേണുഗോപാൽ തന്നെ എടുക്കാം. ഒരു കാരണവശാലും ഞാൻ ഈ കോൺഗ്രസ് വിട്ടു പോവില്ല, ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ അടുക്കളപ്പണി ചെയ്ത് ജീവിക്കും എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. ഒരു മടിയും കൂടാതെയാണ് നമ്മുടെ കോൺഗ്രസിലേക്ക് ഇങ്ങോട്ട് പോയത്. അപ്പൊ ഇതുവരെ പറഞ്ഞ വാക്കുകൾക്ക് ഒരു വിലയില്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ BJP-യിലേക്ക് ഒരു മടിയും കൂടാതെ പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ അടുത്ത് ജയരാജൻ തന്നെ ഒരു വമ്പൻ ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ജയരാജൻ പറഞ്ഞു ആരെങ്കിലും വിവരമുള്ളവന്മാർ BJP പോവോ അയ്യേ എന്നാണ് ജയരാജൻ പറഞ്ഞത്. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആയമ്മ ഏകദേശം കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ തൃശ്ശൂരിലേക്ക് തന്നെ വരാം. വളരെ പതുക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വളരെ പതുക്കെ പറയുന്നത്. മറ്റേ സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞു പോകാറുണ്ടായിരുന്നു. കഴിയുമെങ്കിൽ സുഹൃത്തുക്കളൊന്നും മുഴുവൻ കാണാൻ ശ്രമിക്കുക. എന്തായാലും 25,000 വോട്ട് മറയ്ക്കും എന്നാണ് TN പ്രധാനം പറഞ്ഞത്. ഇത് രണ്ട് രീതിയിൽ നമ്മൾ എടുക്കേണ്ടത്. കാരണം കോൺഗ്രസ് ആണ് ഏറ്റവും മൃദു ഹിന്ദുക്കളുള്ളൊരു സംഘടന. ഏറ്റവും മൃദു ഹിന്ദുക്കളുള്ളത് കോൺഗ്രസിലാണ്. ഈ ശബരിമല കാലത്ത് നമ്മളെ കണ്ടതാണ്. ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും നമ്മുടെ BJP-യുടെ ഒപ്പം ചേർന്നിട്ട് നമ്മുടെ CPM ഭരണത്തിനെതിരെ നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അതൊരു സുവർണാവസരമായിട്ട് അതിൽ എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ നമ്മുടെ കോൺഗ്രസിൽ ഉണ്ടാകുന്നു. ഒന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. ഇങ്ങനെ ഏത് നിമിഷവും ഒരു അമ്പലപ്രസം വരുമ്പോൾ, ഒരു ദൈവപ്രസം വരുമ്പോൾ അതിനൊപ്പം പെട്ടെന്ന് സംഘികളെ വാലും പിടിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ടീം കോൺഗ്രസ്സുകാരാണ്. അത് നമുക്ക് ചരിത്രം നോക്കിയാൽ അങ്ങ് മനസ്സിലാകും. ഉത്തരേന്ത്യൻ ചരിത്രം നോക്കുകയാണെങ്കിലും എന്താണ് നരേന്ദ്രമോദി ചെയ്യുന്ന ആ കാട്ടിക്കുട്ടലുകള്, അതേപോലത്തെ രാമക്ഷേത്ര കാട്ടിക്കുട്ടലുകളൊക്കെ നമ്മൾ രാഹുൽ ഗാന്ധി ചെയ്തു കൂട്ടും നമുക്കറിയാം. ഹിന്ദുക്കൾ ഒരു വോട്ട് കിട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അത് മഹാ അബദ്ധമാണ്. ഉള്ള വോട്ട് പോവുകയാണ് ചെയ്യുക എന്നുള്ള ബോധമൊന്നും അവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്തൊക്കെയാലും ഒരു നിലപാടോട് നിൽക്കാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ TN പ്രതാപൻ 25,000 വോട്ട് വെച്ച് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് കൃത്യമായിട്ടും തൻ്റെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയിൽ നിന്ന് ഓരോ ബൂത്തിൽ നിന്നും 25,000 വോട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഭയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണോ എന്നുകൂടി നമ്മൾ അതിനെ ആലോചിക്കേണ്ടിയിരിക്കുന്നത് അർത്ഥം.
കാരണം തങ്ങളിൽ നിന്ന് പോവാനുള്ള ആ ഒരു വോട്ടിനെ കൃത്യമായിട്ടും നേരെ മറ്റവന്റെ തലയ്ക്ക് ഇടുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയ്ക്ക്. അതാണ് ടി.എൻ. പ്രതാപൻ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ ടി.എൻ. പ്രതാപ് ഇതിന്റെ ഇടയിൽ വല്ല കളി കളിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം കിട്ടാൻ ഇരിക്കുന്ന സീറ്റ് പോയതല്ലേ. നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമായിട്ട് ഏകദേശം ഒരു 1 ഭാഗങ്ങളിൽ ഏകദേശം 10,000 വോട്ടുകൾ പുതുതായിട്ട് BJP-കാർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ പുതുതായി ചേർത്ത വോട്ടുകൾ മുഴുവൻ BJP-കാർക്ക് കിട്ടുമോ കിട്ടില്ല എന്നൊക്കെ വേറെ വിഷയമാണ്. അതേപോലെ തന്നെ പുതുക്കാട്, തൃശ്ശൂർ, ഒല്ലൂർ എന്നുള്ള ഭാഗത്ത് BJP തന്നെ പറയുന്ന അവർ ഒന്നാമതെത്തുന്നതാണ്. അപ്പോൾ ടി.എൻ. പ്രതാപൻ പറഞ്ഞ് വോട്ട് മാറ്റും എന്ന് പറഞ്ഞ ആ ഒരു സംഗതി ഈ ഒരു പ്രദേശത്തൊക്കെ ഒന്നാമതെത്തുമെന്ന് BJP-കാർ തന്നെ പ്രഖ്യാപിക്കണമെങ്കിൽ ഈ വോട്ട് ഷെയർ കൃത്യമായിട്ട് ഒരു മാറിയിട്ടുണ്ടായിരിക്കുക ഈ ഒരു പ്രദേശത്തായിരിക്കണം എന്നർത്ഥം. ആ ഒരു പ്രദേശത്ത് കഴിഞ്ഞ തവണ ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, ഏത് പാർട്ടിക്കാണ് ഈ ഒരു ഭാഗങ്ങൾ കിട്ടിയിട്ടുള്ളത്? ഞാൻ ഇത് പ്രേക്ഷകർക്കാണ് വിട്ടുതരികയാണ്, നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ആ ഒല്ലൂർ, തൃശ്ശൂർ, പുതുക്കാട് ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഏറ്റവും കുറവ് വോട്ട് ആർക്കാണ് അവിടെ കിട്ടുന്നത്? 2 സമയത്തെ അല്ലെങ്കിൽ 2 കാലഘട്ടത്തിലെയും ഒരു വോട്ട് ഷെയറിംഗ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് വോട്ട് മറിച്ചതെന്ന് നമുക്ക് ഈ 4-ാം തീയതി അറിയാൻ പറ്റും. ഒപ്പം തന്നെ ഗുരുവായൂർ നാട്ടിക പിന്നിലാവില്ല എന്നുകൂടി നമ്മുടെ BJP-കാർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്. മുരളീധരൻ പറയുന്ന 3ാമത്തെ കാര്യം, ഒരു ക്രോസ് വോട്ട് നടന്നിട്ടുണ്ട്, കൃത്യമായിട്ടും ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് കൂടി മുരളീധരൻ കൂടി പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി പറയുമ്പോൾ മുരളീധരൻ കൂടി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു താൻ പരാജയപ്പെടുമെന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസുമായിട്ടല്ല, BJP-യുമായിട്ട് നമ്മുടെ CPM-ന്റെ മത്സരമാണ്. അങ്ങനെ CPM നേരിട്ട് ഒരു BJP-യുമായിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് CPM-ന് സംഭവിക്കുന്ന ഒരു വൻ അടിയായിരിക്കും. കാരണം ആൾറെഡി മുരളീധരൻ തോറ്റ പോലെയാണ് വർത്താനം. പിന്നീട് അവിടെ സുരേഷ് ഗോപിയാണ് ഭയങ്കര ലൈംലൈറ്റിൽ നിൽക്കുന്നത്, പിന്നെ സുനിൽകുമാറാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ BJP ജയിക്കുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അടി പതറുന്നത് CPM-നായിരിക്കും. അങ്ങനത്തെ ഒരു പരിപാടിക്ക് എന്തായാലും CPM നിൽക്കില്ല എന്ന് നമുക്ക് ഏകദേശം അവരുടെ ഒരു ധാരണ വെച്ച് നോക്കുമ്പോൾ, അവരുടെ രാഷ്ട്രീയ ചിന്താഗതി വെച്ച് നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മൃദു ഹിന്ദുക്കൾ ആരാണ്, ഏതൊക്കെ മൃദു ഹിന്ദുക്കളാണ് അങ്ങനെയാണെങ്കിൽ 10,000 വോട്ട് ഓരോ ബൂത്തിൽ നിന്നും മറച്ചിട്ടുള്ളത്? അത് കൃത്യമായിട്ടും നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പൊ തന്നെ ഏകദേശം ഒരു ധാരണ എന്റെ പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കും. ഞാൻ പച്ചയ്ക്ക് ഇന്നത് എന്ന് തന്നെ ഞാൻ വൃത്തിയായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയ ഒരു ഉത്തരം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഈ പറഞ്ഞ ആ മണ്ഡലങ്ങളിൽ ആ ഒരു ബൂത്തുകളിൽ എത്ര വോട്ട് ആർക്കായിരുന്നു കൂടുതലെന്ന് കഴിയുമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതിന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമന്റിൽ തന്നെ ഇതിന്റെ ഒരു ഫൈനൽ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബൈ.